ദേവസ്വം മന്ത്രി കെ മുരളീധരൻ തെറ്റുകൾ കണ്ടാൽ കോടതികൾക്ക് ചൂണ്ടിക്കാണിക്കാം, തിരുത്താം. എന്നാൽ എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെടുന്നത് ശരിയല്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ തലമുറ കഴിഞ്ഞാലും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം തീരാത്ത അവസ്ഥയാണ്. ആനയെ നടക്കിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് വരെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ഭക്തജനങ്ങൾക്കും സർക്കാരുകൾക്കും എന്ത് റോളാണുള്ളതെന്നും മന്ത്രി ചോദിച്ചു. ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ ഗവൺമെൻറ്റിനുള്ളതാണ്. അതേസമയത്ത് തെറ്റുകൾ കണ്ടാൽ കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ തിരുത്താം. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും കോടതിയുടെ നിയന്ത്രണം ശരിയല്ല. അല്ല, തിരുവിതാംകൂർ ദേവസ്ഥയിലെ ശബരിമലയുടെ കാര്യത്തിൽ എല്ലാം ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവിടെ ഒരേ അവകാശവും ദേവസ്വം ബോർഡിനോ ഗവൺമെൻറ്റിനും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണവും SITയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല. കോടതിയുടെ നിയന്ത്രണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞാലും കേസ് അന്വേഷണം തീരാത്ത അവസ്ഥയാണ് കാണുന്നത്. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും. ലെവിൻ, നേരത്തെയും മന്ത്രി സഭയിൽ ഉൾപ്പെടെ കോടതിയെ വിമർശിച്ചിരുന്നു. കോടതി കാരണമാണ് ശബരിമലയിൽ വികസനം നടപ്പാക്കാൻ കഴിയാത്തതെന്നും സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നുള്ള ആക്ഷേപം ദേവസ്വം മന്ത്രിക്കുണ്ട്. ഇപ്പോൾ അത് പരസ്യമായി തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. കോടതിയെ നിശ്ചിതമായി വിമർശിക്കുന്നു കെ മുരളീധരൻ. എന്തൊക്കെയാണ് മന്ത്രി പറയുന്നത്? മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. കോടതികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം അടക്കമുള്ള വിവരങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണം നടന്നു വരികയാണ്. പക്ഷേ അനന്തമായ അന്വേഷണം നീളുന്നു. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തീരാത്ത അവസ്ഥയിലാണെന്ന് ദേവസ്വം മന്ത്രി പറയുന്നത്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ തലമുറകൾ കഴിഞ്ഞാലും അന്വേഷണം തീരാത്ത അവസ്ഥ. SITA അന്വേഷണത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. കോടതിയുടെ നിയന്ത്രണമാണ് ആയതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നത്. സർക്കാരിനൊന്നും ചെയ്യാനാകുന്നില്ല. ഒരു കേസിൽ ഒരു അവകാശവാദത്തിനും ഗവൺമെന്റിനോ ദേവസ്വത്തിനോ ഇല്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള VN വാസവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VN വാസവൻ, കെ മുരളീധരൻ പറയുന്നത് കോടതി കാരണമാണ് ശബരിമലയിൽ കാര്യങ്ങളൊന്നും നടക്കാത്തതെന്നാണ്. അത്തരമൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2 ശബരിമല തീർത്ഥാടന വിഷയങ്ങളിലെല്ലാം അവിടെ പോയി നിന്ന് കാര്യങ്ങളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ കോടതിയുടെ ഇടപെടൽ നമുക്ക് പലപ്പോഴും സഹായകരമായിരുന്നു. പല വിഷയങ്ങളിലും അതേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് വന്നതായ അനുഭവങ്ങളില്ല. ഏറ്റവും അവസാനം ഈ സ്വർണ്ണ കൊള്ളക്കേസ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മേൽനോട്ടം വഹിച്ചുകൊണ്ട് SIT രൂപീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അത് മുഴുവൻ ഭംഗിയായി വെളിയിൽ കൊണ്ടുവരാൻ സമർത്ഥമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്കും സഹായകരമാണ്. VN വാസവൻ, പക്ഷേ കെ മുരളീധരൻ പറയുന്നത് കോടതി ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങളുമൊക്കെ അടുത്ത തലമുറയിലായാലും നടപടി ഉണ്ടാകില്ല, പക്ഷേ സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ കാര്യത്തിൽ അതിലെ കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ടുപിടിച്ച് കൃത്യമായി അതിനെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരാനും ഇപ്പൊ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിക്കാനും കഴിഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആ അന്വേഷണം നടന്നതുകൊണ്ട് തന്നെയാണ്. അതിൽ SIT വളരെ ഭംഗിയായിട്ട് ആ അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ തന്നെ നടത്തണമെന്ന അഭിപ്രായം എഴുതി കൊടുത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ അത് അത്തരത്തിൽ പുറത്തു കൊണ്ടുവരാൻ സഹായകരമായി എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. മറ്റേ ഈ ക്ഷേത്ര കാര്യങ്ങളിൽ അനുദിന കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ബിസിനസ്സിലൊന്നും അത് ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോടതി ഇടപെട്ട് തടസ്സപ്പെടുത്തിയൊരു അനുഭവം ഞങ്ങളുടെ മുമ്പിലില്ല. വളരെയധികം നന്ദി ശ്രീ VN വാസവൻ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന, നേരത്തെ ഭരണപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് അത്തരത്തിലൊരു അഭിപ്രായമില്ല എന്നാണ് VN വാസവൻ പറയുന്നത്. ലെവിൻ കെ വിജയൻ, ഈ പരാമർശങ്ങൾക്കകത്ത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ആനയെ നടക്കിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് തീരുമാനിക്കുന്നത് മുതൽ പൂവ് നുള്ളുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും കോടതിയാണ് തീരുമാനിക്കുന്നതെന്നാണ്. അപ്പോൾ വിവിധ വിഷയങ്ങളിൽ ദേവസ്വം മന്ത്രിക്കുള്ള നീരസം കൂടിയല്ലേ പുറത്തു വരുന്നത്? പ്രത്യേകിച്ച് ഭക്തജനങ്ങൾ വൈകാരികമായി കാണുന്ന വിഷയങ്ങളിൽ കൂടി കോടതിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് മന്ത്രി ശ്രമിക്കുന്നത്. ഗൗതം, അങ്ങനെ തന്നെയാണ്. ഗുരുവായൂർ, അതേപോലെ തന്നെ ശബരിമല അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പത്മനാഭ സ്വാമി ക്ഷേത്രം അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഭക്തർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യം അദ്ദേഹം ദേവസ്വം
അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അത്തരത്തിലുള്ള ചില ഇടപെടലുകൾക്ക് അദ്ദേഹം ശ്രമിക്കുകയും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശ്രമിച്ചപ്പോൾ അത് കോടതി നടപടികളെ തുടർന്ന് ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോടതികളുടെ ക്ഷേത്ര കാര്യങ്ങളിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം നിയമസഭയിലും പൊതുമധ്യത്തിലുമായി പറഞ്ഞു വെക്കുന്നത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് മന്ത്രി കെ മുരളീധരൻ ചോദിക്കുന്നുണ്ട്. ആനയെ നടക്കിയിരുത്തുന്നത് മുതൽ വെടിക്കെട്ട് വരെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കോടതികളാണ്. ഭക്തജനങ്ങൾക്കും സർക്കാരുകൾക്കും എന്ത് റോളാണ് ഈ കാര്യത്തിലുള്ളത്? ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കോടതി ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കം കുറിക്കുമെന്നും ഇന്ന് കെ മുരളീധരൻ തൃശ്ശൂരിൽ നടത്തിയ പ്രതികരണത്തിലായി പറഞ്ഞിട്ടുണ്ട്. ഗൗതം. ശരി, ലെവിനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും കെ മുരളീധരൻ ദേവസ്വം മന്ത്രിക്ക് വലിയ അതൃപ്തിയുണ്ട്. കോടതി ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലെ വൈകിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ നടപടികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കെ മുരളീധരൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട്.